നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ കാണുന്ന ഫോട്ടോസൊക്കെ സുനിൽ ശർമ്മ നിന്നെ ഇവിടെ കാണാൻ വന്നപ്പോഴുള്ള ഫോട്ടോസ് അല്ലേ? അതെ മാഡം. പിന്നെ എന്തിനാണ് സുനിൽ എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞത്? ഈ ഫോട്ടോയില് ഞങ്ങൾ കാണുന്നതിന്റെ അടുത്ത ദിവസം ഞങ്ങൾ അവസാനമായിട്ട് തമ്മിൽ കണ്ടത്. അവസാനമായി കണ്ടത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഞങ്ങൾ നോക്കണ്ട. ഇനി എന്തുണ്ടെങ്കിലും മാഡത്തിനോട് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ഞങ്ങളെ മകനെ കിട്ടണം. ഇവള് പറയും സാർ, അല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും. ചോദിച്ചതിന് മറുപടി പറ. എന്തിനു വേണ്ടിയിട്ടാ നിങ്ങൾ അവസാനമായി കണ്ടത്? എന്തുകൊണ്ട് നിങ്ങൾ അതിനുശേഷം പരസ്പരം കണ്ടില്ല? മാനസ, എനിക്ക് നിങ്ങളെ വിഷമിപ്പിക്കണമെന്നില്ല. സത്യം സത്യമായി പറഞ്ഞ ബാക്കി കാര്യങ്ങൾ എളുപ്പത്തിൽ മുന്നോട്ട് പോകും. പറയ്, എന്താടി ചോദിച്ചത് കേട്ടില്ലേ? ഒരു ലോക്കറിന്റെ കീ എന്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. ഏത് ലോക്കറിന്റെ കീ? ദുബായിലുള്ള ഒരു ബാങ്കിലെ ലോക്കറിന്റെ കീ. എന്തായിരുന്നു ആ ലോക്കറിലെന്നറിയോ? അറിയില്ല. പിന്നെ എന്തു പറഞ്ഞാ ആ കീ നിന്റെ കൈ തന്നിരുന്നത്? ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ബിസിനസ് പരമായ എന്തൊക്കെയോ ആയിരുന്നു ആ ലോക്കറില്. എന്നെ വിശ്വാസം ഉള്ളതുകൊണ്ടാ തന്നിരുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നോട് ഭാവി കാര്യങ്ങൾ പറയാനാണ് ഇവിടേക്ക് വന്നതെന്നാ ലാസ്റ്റ് കാണുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത്. പക്ഷെ അന്ന് പറഞ്ഞത് മറ്റൊന്നായിരുന്നു. ആ ലോക്കറിന്റെ കീ തരണം, അത്യാവശ്യമായി ചില കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന്. പക്ഷെ ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്താ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല മാഡം. പെട്ടെന്ന് എന്നോട് ലോക്കറിന്റെ കീ ചോദിച്ചപ്പോ ഞാൻ ദേഷ്യപ്പെട്ടു. അപ്പോ എന്നെ കാണാനല്ല വന്നതെന്നും ലോക്കറിന്റെ കീ വാങ്ങാനാണോ വന്നതെന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ വഴക്കായി പിരിഞ്ഞു. അടുത്ത ദിവസം ലോക്കറിന്റെ കീ കൊടുത്തിട്ട് ഗുഡ് ബൈ പറഞ്ഞു. അപ്പോ അവസാനമായി കണ്ടത് അന്നല്ല, അടുത്ത ദിവസം ലോക്കറിന്റെ കീ കൊടുക്കാൻ പോയപ്പോഴാണ്. അതെ മാഡം. അതിനുശേഷം നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. ഫോണിൽ ഒരു തവണ സംസാരിച്ചു, പിന്നീട് സംസാരിച്ചിട്ടില്ല. ഇനി ഞാൻ ചോദിക്കുന്നതിന് വ്യക്തവും കൃത്യവുമായ മറുപടി തരണം. അതിനുശേഷം സുനിലിനോട് ഫോണിൽ സംസാരിച്ചെന്ന് പറഞ്ഞല്ലോ. എത്ര സമയം സംസാരിച്ചു? ഓർമ്മയില്ല മാം. ഓക്കെ, ആ കോൾ സുനിൽ മാനസയെ വിളിച്ചതാണോ അതോ മാനസ സുനിലിനെ വിളിച്ചതാണോ? എന്താ അതും ഓർമ്മയില്ലേ? സുനില് എന്നെ വിളിച്ചതാണ് മാഡം. കള്ളം പറയുന്നുടി. മാഡം
പറയാൻ പറഞ്ഞു. മാഡം അവള് പ്രഗ്നന്റ് ആണ് മാഡം. പ്ലീസ്. സോറി. ഇരുന്നോളൂ, ഇനി കുറച്ച് കഴിഞ്ഞിട്ടാവാം. സാരമില്ല മാഡം, മാഡം ചോദിച്ചോളൂ. ഇരിക്കൂ. സുനിലിനെ അങ്ങോട്ട് വിളിച്ചത് മാനസയായിരുന്നു. അതും 45 മിനിറ്റാണ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്. ഒരിക്കൽ ഗുഡ് ബൈ പറഞ്ഞാണ് നീ പിരിഞ്ഞതെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് നീ അങ്ങോട്ട് വിളിച്ച് അത്രയും നേരം സംസാരിച്ചത്? എനിക്ക് വിളിക്കണമെന്ന് തോന്നിയപ്പോ ഞാൻ വിളിച്ചതാ മാഡം. ഓക്കെ, അതും ഞങ്ങൾ വിശ്വസിച്ചു. ഇനി അടുത്ത ചോദ്യം. അതിനുശേഷം 50ഓളം പ്രാവശ്യം സുനിൽ മാനസയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട് പല ദിവസങ്ങളിലായി. പക്ഷേ ഒരു കോള് പോലും മാനസ അറ്റൻഡ് ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടായിരുന്നു? മാനസ അങ്ങോട്ട് കോൾ ചെയ്ത് 45 മിനിറ്റാണ് സംസാരിച്ചത്. പക്ഷേ തിരികെ വിളിച്ചപ്പോ ഒരു കോള് പോലും അറ്റൻഡ് ചെയ്യാതിരിക്കണമെങ്കിൽ എന്താവും നിങ്ങൾ തമ്മിൽ അവസാനത്തെ സംസാരം? പറയേ. അത് ഞങ്ങളുടെ പേഴ്സണൽ മാറ്ററാ മാഡം. സോറി. ഓക്കെ മനസ്സ, ബാക്കിയൊക്കെ കോടതി പറഞ്ഞാ മതിയാവും. സുനിലിന്റെ ഫോണിൽ നിന്നും അവസാനമായി വിളിച്ചതും മാനസയുടെ ഫോണിലേക്കാ. അതായത് ആ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നതിനും അരമണിക്കൂർ മുൻപ് വരെ. പിന്നീട് ഇതുവരെ സുനിലിന്റെ ഫോൺ സ്വിച്ച് ഓൺ ആയിട്ടില്ല. മാനസ പിന്നീട് ഇതുവരെ ആ നമ്പറിലേക്ക് വിളിച്ചിട്ടുമില്ല. അപ്പോ പിന്നെ സുനിൽ എവിടെ പോയി?